എല്ലാവർക്കും അതിരമ്പള്ളിയിലേക്ക് സ്വാഗതം. നമ്മൾ അതിരമ്പള്ളിയുടെ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ബൈക്ക് ഇവിടെ ഓൾറെഡി പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കടന്നിട്ട് ഉള്ളിൽ കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ മഴയെല്ലാം മാറിയിട്ട് വെതറൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് വിഷ്വൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്യും. ഈ കാട്ടിലൂടെ ബൈക്ക് ഓടിച്ചു പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഈ സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് വണ്ടി ഓടിച്ച് പോകാനായിട്ട്. നല്ലൊരു വെയിലും അതിൻ്റെ കൂടെ നല്ല തണുപ്പും കിട്ടുന്ന ക്ലൈമറ്റാണ്. ഇപ്പോൾ റോഡുകളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി റോഡുകൾ, നല്ല ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇതിലൂടെ പോകാനായിട്ട്. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് അതിരമ്പള്ളി. സൈഡിലൊക്കെ ചെറിയ ചെറിയ ഫോറസ്റ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭീകരത അവിടെ കാണാൻ സാധിക്കും. പക്ഷെ എന്നാലും നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് ബൈക്കിൽ പോകാനായിട്ട്. ഹെൽമെറ്റ് മസ്റ്റായിട്ടും കരുതുക, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ക്യാമറകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. ഇത് വാഴച്ചാൽ ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കടക്കാൻ സാധിക്കൂ. ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റിലാണ് എത്തിച്ചേരുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പായിട്ടുള്ള വ്യൂ പോയിൻ്റ്. മസ്റ്റായിട്ടും ഇറങ്ങി ഫോട്ടോ എടുക്കേണ്ട മെയിൻ ലൊക്കേഷൻ ഇതാണ്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നല്ല ലോങ് ആയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പിൽ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ഈ ഭാഗത്ത് തന്നെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അത് കാണുന്ന അതിരമ്പള്ളിയിൽ ഫോറസ്റ്റിൽ നല്ല ടോപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന വിഷ്വൽസാണ്. ഇനി നമുക്ക് അകത്തോട്ട് കടക്കാം. ഇതാണ് അതിരമ്പള്ളിയുടെ എൻട്രൻസ്. ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 50 രൂപയാണ്. ആ പേയ്മെൻറ്റ് കൊടുത്താലും അതിലുള്ള വർത്തുണ്ട്. ഇപ്പം എല്ലാം ഒരു ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എൻട്രൻസിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതാണ് എൻ്റെ ടിക്കറ്റിൻ്റെ കൊടുക്കുന്ന കൗണ്ടർ. 50 രൂപയാണ് ചാർജ് വരുന്നത്. 50 രൂപ ചാർജ് കൊടുത്താലും അതിനുള്ള കാര്യങ്ങൾ നമുക്ക് അകത്ത് കാണാനുണ്ട്. സോ കാണുന്ന സെക്യൂരിറ്റി ടിക്കറ്റ് നമുക്ക് കൈ തരും. നമുക്ക് ഡയറക്റ്റ് ഉള്ളിൽ കിടക്കാം. 100 രൂപയാണ് റേറ്റ് വരുന്നത്. 50 രൂപയാണ് ഒരാളുടെ റേറ്റ് ചാർജ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ടിക്കറ്റ് നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയ റെയിൽ പോലെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്കാണ് കയറുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നത്. ഫുള്ളും ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ അവർ ഫുള്ളും ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നടന്നു പോകാനൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല സുഖമായിട്ട് സാധിക്കും. എന്ന് വരികയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരിക. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഉഗ്രൻ സ്പോട്ടാണ് അതിരമ്പള്ളി. ചെറിയ മോള, നല്ല വെയിലുണ്ട്. എന്നാലും നമുക്ക് ഇത്രയും വെയിൽ നമുക്ക് അറിയില്ല. ഫുള്ളും മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാനുണ്ട്. സ്ട്രൈറ്റ് നേരെ ചെല്ലുമ്പോഴാണ് വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. എല്ലാവരും വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കും. ഫാമിലി ഫുൾ ഫാമിലീസൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഉഗ്ര സ്പോട്ടാണ് അതിരമ്പള്ളി. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചും കൂടി താഴേക്ക് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം വരുന്നത്. താഴെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അതിരമ്പള്ളി വാട്ടർഫോൾസ്. നല്ല തിരക്കാണ് കാര്യം. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ താഴേക്ക് ഇറങ്ങി നോക്കാം.
ഇതിന് താഴേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടം താഴെ പ്രവേശനം 5 മണിന് മാത്രം. നമുക്ക് 5 മണി മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും താഴേക്ക് പോകാം. നല്ല കട്ട കരിങ്കല്ല് സ്ഥലമാണ്. ഗ്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട്. താഴേക്ക് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് വെള്ളച്ചാട്ടം. അതിൻ്റെ താഴേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇടങ്ങിയറാണ്, നോക്കി വേണം ഇറങ്ങാനായിട്ട്. ആൾക്കാർ പോകുന്ന കാണാൻ സാധിക്കുന്നത്. നോക്കി ശ്രദ്ധിച്ചിറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നല്ല കട്ട റോഡാണ്. മഴയൊക്കെയുള്ള സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പോകാനായിട്ട്. താഴെ വരെ വേണം, അവിടെയാണ് അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. നമ്മൾ ഇതിലൂടെ വേണം ഇറങ്ങി താഴേക്ക് പോകാനായിട്ട്. നമുക്ക് എന്തായാലും താഴെ വരെ ഒന്ന് മൂവ് ചെയ്തിട്ട് കാണാം. നമ്മൾ കയ്യിലെടുത്തുള്ള ഫോൺ സാംസങ് S24 Ultra. പിന്നെ ആൻറ്റി ഷേക്ക് മോഡ് കൂടി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഇത്രയും കട്ട ഉള്ള വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ താഴേക്ക് എത്താൻ സാധിക്കും. വഴി നല്ല മോശമാണ്, ഫുള്ളും കരിങ്കല്ല് വഴിയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുന്നേ വന്നപ്പോൾ ഇത്രയും സെറ്റപ്പ് ഉണ്ടായില്ല. അപ്പോൾ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇറങ്ങാനായിട്ട്. കാണാൻ സാധിക്കും ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ താഴെ എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ സാധിക്കും. ഇവിടെ വെള്ളം നല്ല രീതിക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി താഴേക്ക് പോകാനുണ്ട്. പോയി കഴിഞ്ഞാൽ അത് വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും താഴത്തെ ഭാഗത്ത് എത്താൻ സാധിക്കും. ഇത്ര റിസ്ക്കൊന്നുമില്ല, എല്ലാവർക്കും താഴേക്ക് വരാൻ സാധിക്കും. എല്ലാ ഫാമിലിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഫാമിലീസാണ് ഗൈസ്. നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതാണ് വെള്ളച്ചാട്ടത്തിന് താഴത്തെ വ്യൂ. സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഉഗ്രൻ സ്പോട്ടാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് കേൾക്കുന്നതിന് മനസ്സിലാവും അത്രയും ഫോഴ്സിൽ താഴേക്ക് വീഴുന്നു. ഇത്ര ഹൈറ്റിൽ നിന്നാണ് ഗൈസ് വെള്ളം വീണോണ്ടിരിക്കുന്നത്.
അടിപൊളി വ്യൂ. ഇപ്പോൾ വെള്ളം അത്ര കുറവാണ്, അതുകൊണ്ട് അത്ര പ്രശ്നമില്ല നമുക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇതാണ് ആ പുഴ നേരെ വഴി പോകുന്നത്. നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് ആണ്. അതിരമ്പള്ളി വാട്ടർഫോൾ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട്, ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അതിരമ്പള്ളി. ആ വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഹൈറ്റിലാണ് താഴേക്ക് വീഴുന്നത്. വെള്ളം നല്ല രീതിക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യണ പോലെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്കാണ് ഫോഴ്സിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ വന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈസ് ലൊക്കേഷൻ. കുരങ്ങൻ ഈ ഭാഗത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. മുകളിലേക്ക് നമ്മളിനി പോകാൻ പോകുന്നത് മലയുടെ ടോപ്പ് പോർഷനിലേക്ക്. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത്. ഇപ്പോൾ പുഴയിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല കഴിച്ച്, എല്ലാവരും ഒരു ക്ലോസ് ചെയ്ത് ഇട്ടേക്കാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്താണ് നമ്മൾ താഴെ പോയ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത്. വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോഴില്ല, എല്ലാം അവർ ക്ലോസ് ചെയ്തു. എല്ലാം ബാരിക്കേഡ് വെച്ചിട്ട് അവരടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് വന്ന് വെള്ളത്തിൽ ഇറങ്ങായിരുന്നു. അപ്പോൾ അവരവിടെ കാണാൻ സാധിക്കും, അവിടെ ക്ലോസ് ആക്കി വെച്ചേക്കുന്നത്. ഇനി താഴേക്ക് പോകാനായിട്ട് അവർ സ്റ്റെപ്പൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ടൂറിസത്തിന് വേണ്ടി അവർ നല്ല സപ്പോർട്ടിങ് ആണ്. ഈ ഭാഗത്ത് പാറൽ സൈഡിൽ പിടിച്ചോണം ഇറങ്ങാനായിട്ട്. നമ്മൾ താഴെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ ഭാഗമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് വാഴച്ചാൽ കാണുന്നത്. വാഴച്ചാൽ ഭാഗത്ത് നിന്ന് ഒഴുകി താഴേക്ക് സൈഡിൽ വരും. സെൽഫിയൊക്കെ എടുക്കുന്ന നല്ലൊരു സ്പോട്ടാണ്. ഇവിടെയാണ് താഴേക്ക്
മുന്നേ പോയ താഴ്ഭാഗമാണ് കാണുന്നത്. ഇത്ര ഹൈറ്റിലാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. കാണാൻ സാധിക്കും ഇതിൻ്റെ ഡെപ്ത്. അതിരപ്പള്ളിയിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് വെക്കേഷൻ ടൈമാണ്, ഓണം ടൈമാണ്. അപ്പോൾ എല്ലാം ഇത് ആൾക്കാർ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് വന്നത്. നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ആൾക്കാർ കാണാൻ സാധിക്കും. വെക്കേഷൻ ടൈമിൽ ഫാമിലിയായിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു 50 രൂപ ടിക്കറ്റ് കൊടുക്കും. എന്നാലും നമുക്ക് വർത്താണ്. നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു പ്രോഗ്രാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു.